വിരുന്നുകാരി വന്നേ രണ്ടെണ്ണം സ്പെഷ്യലി ദിങ്ങി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവാല്. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് പോലീസിന് അങ്ങ് തലവേദനയാണല്ലോ. എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. നീ ഒളിച്ചിരിക്കാണോടാ? എടാ നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ, ഇറങ്ങി വായോ. മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായിട്ടുണ്ട്. ഒരു വനിതാ ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ വിവരം? ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ കളയല്ലേ. ഐ എം നോട്ട് എൻ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഐ ഡോണ്ട് ഇൻഫ്ലുവൻസ് പീപ്പിൾ. മദ്യപിച്ച് വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ, ഹെലനോസ് പാട്ട എന്നാണ് SR ധന്യ അറിയപ്പെടുന്നത്. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല കേട്ടടാ പട്ടി തെണ്ടി നായിന്റെ മക്കളെ. ഈ FIR പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ 66 റോഡിന് നടുവിൽ ഈ വാഹനം നിർത്തിയിട്ടുന്നു. ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? മദ്യപിച്ചിട്ട് അതിനൊരു ന്യായീകരണം, എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. ഇത് കണ്ട് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ വാഹനം അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പിന്നീട് പോലീസ് ഇവരെ പിന്തുടരുന്നു. വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ഓടാനേ അശോക റോഡ് എന്റെ തറവാട്ടുവകല്ലോ. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോലീസ് ഇവരെ പിന്തുടർന്ന് ബന്ദിയോടുള്ള ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുന്നു. ഈ ആട്ടുംകാട്ടം തിന്നോ ഷാജേട്ടാ? ആട്ടുംകാട്ടം ചവച്ച കള്ളിന്റെ മണം കിട്ടില്ല. അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. പറയുന്ന ഇവർക്ക് ആർക്കും എന്തില്ല അറിയോ ചോദിച്ചു. സെൽഫ് റെസ്പെക്ട് ഇല്ല, ഒരു ഡിഗ്നിറ്റി ഇല്ല, യാതൊരു നാണവുമാനവും ഇല്ല. അല്ലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം. അയ്യടാ നീ കാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? അല്ലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം. അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. എടാ ഊതടാ. സാറ് നല്ല സുന്ദരടാ കേട്ടോ. എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്. ബിയർ സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം. എന്റേത് നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സാധനം പറയുന്ന സമയത്ത് 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ അന്ന് ഞാൻ അടിച്ചിരുന്നു, ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്.